പദ്ധതി വിനിയോഗത്തിലെ മെല്ലെപ്പോക്കും നഗരസഭാ പ്രദേശത്തെ കുടിവെള്ളക്ഷാമത്തിലും പ്രതിഷേധിച്ച് കൊടുങ്ങല്ലൂരിൽ ബിജെപി അംഗങ്ങൾ നഗരസഭാ കൗൺസിൽ യോഗത്തിൽ നിന്നും ഇറങ്ങിപ്പോയി. ഭരണപക്ഷത്തിനെതിരെ രൂക്ഷ വിമർശനമുയർത്തിയ ബിജെപി നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താൻ ഫണ്ട് ലഭ്യമല്ലാത്ത സാഹചര്യത്തെയും വിമർശിച്ചു. 2024-25 സാമ്പത്തിക വർഷത്തിൽ കൊടുങ്ങല്ലൂർ നഗരസഭ പദ്ധതി വിഹിതത്തിന്റെ 77% മാത്രം വിനിയോഗിച്ച് സംസ്ഥാനത്തെ നഗരസഭകളിൽ 77ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടതിലും നഗരസഭാ പ്രദേശത്തെ കുടിവെള്ളക്ഷാമത്തിലും പ്രതിഷേധിച്ച് ബിജെപി അംഗങ്ങൾ നഗരസഭാ കൗൺസിൽ യോഗത്തിൽ നിന്നും ഇറങ്ങിപ്പോയി. കൊടുങ്ങല്ലൂർ താലൂക്ക് ആശുപത്രിയിലെ ഡയാലിസിസ് ഫണ്ട്, മൃഗസംരക്ഷണ വകുപ്പിന്റെ കീഴിൽ കന്നുകുട്ടി കാലിത്തീറ്റ വിതരണം, വയോജനങ്ങൾക്ക് കട്ടിൽ, വിദ്യാഭ്യാസ സഹായങ്ങൾ, ഭിന്നശേഷിക്കാർക്കുള്ള ശ്രവണ സഹായികൾ, തെരുവ് വിളക്കുകൾ, വനിതാ പദ്ധതികൾ, ചെറുകിട വ്യവസായ പദ്ധതികൾ തുടങ്ങി നിരവധി പദ്ധതികളാണ് നടപ്പിലാക്കാതെ പോയതെന്ന് ബിജെപി ആരോപിച്ചു. മുൻവർഷത്തെ പദ്ധതി നടപ്പാക്കുന്നതിന് വേണ്ടി തൻവർഷത്തെ പദ്ധതികൾ പലതും ഒഴിവാക്കേണ്ട സാഹചര്യം വന്നിരിക്കുകയാണ്. പൂർത്തീകരിച്ച നിർമ്മാണങ്ങൾക്ക് ഫണ്ട് ലഭിക്കാത്ത സാഹചര്യത്തിൽ കരാറുകാർ നടപ്പുവർഷത്തെ കാന നിർമ്മാണം, റോഡ് നിർമ്മാണം തുടങ്ങിയ ജോലികൾ ഏറ്റെടുക്കാൻ വിസമ്മതിക്കുന്നതായും നഗരസഭാ പ്രതിപക്ഷ നേതാവ് TS സജീവൻ ആരോപിച്ചു. കഴിഞ്ഞ 2024-25 വാർഷിക പദ്ധതി 77% കൊടുങ്ങല്ലൂർ നഗരസഭയ്ക്ക് ചെലവഴിക്കാൻ കഴിഞ്ഞത്. ഏകദേശം 23% ഫണ്ടുകൾ വിനിയോഗിക്കാൻ കഴിഞ്ഞില്ല കൊടുങ്ങല്ലൂർ നഗരസഭ ഭരിക്കുന്ന LDF ഭരണസമിതിക്ക്. അതുകൊണ്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 3 ചില്ലാൻ കോടി രൂപ, ഏകദേശം 3,06 ലക്ഷം രൂപ ഫണ്ടുകൾ ലാപ്സായി പോകുന്ന ഒരു സ്ഥിതിവിശേഷമാണ് കൊടുങ്ങല്ലൂർ നഗരസഭയിൽ ഉണ്ടായിരിക്കുന്നത്. നമുക്കറിയാം, കൊടുങ്ങല്ലൂർ നഗരസഭാ പ്രദേശങ്ങളിൽ റോഡുകളെ ശോചനീയാവസ്ഥ നമുക്കറിയാം, കാനകളെ ശോചനീയാവസ്ഥ നമുക്കറിയാം, വെള്ളക്കെട്ട് മൂലം ദുരിതം അനുഭവിക്കുന്ന ആളുകളെ അവസ്ഥ നമുക്കറിയാം. അതുപോലെ തന്നെ വേലിയേറ്റം മൂലം ഉപ്പുവെള്ളം കയറിയിട്ട് ജനങ്ങൾ ദുരിതം അനുഭവിക്കുന്ന പ്രദേശങ്ങളെക്കുറിച്ച് അറിയാം. ഇതിനൊക്കെ വേണ്ടി വിനിയോഗിക്കേണ്ട ഫണ്ടുകളാണ് കൃത്യമായിട്ട് ഇടപെടലുകൾ നടത്താൻ LDF ഭരണസമിതി തയ്യാറാവാത്തതിൻ്റെ പേരിൽ നഷ്ടപ്പെട്ടത്. പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ON ജയദേവൻ, വിനീത ടിങ്കു, രശ്മി ബാബു, KS സുനിൽകുമാർ, KS ശിവറാം, ശാലിനി വെങ്കടേഷ് എന്നിവർ നേതൃത്വം നൽകി. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ.